മകരവിളക്ക് തീർത്ഥാടനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് KSRTC. ചരിത്രത്തിൽ ആദ്യമായാണ് മടക്കയാത്രയ്ക്കായി പമ്പയിൽ 1000 ബസ്സുകൾ സജ്ജീകരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായാണ് മടക്കയാത്രയ്ക്ക് KSRTC പമ്പയിൽ 1000 ബസ്സുകൾ ക്രമീകരിക്കുന്നത്. ജനുവരി 14 മകരവിളക്ക് ദിവസം മകരജ്യോതി ദർശനത്തിന് ശേഷം തീർത്ഥാടകർക്ക് നിലയ്ക്കലിലെത്തിച്ചേരുന്നതിനും വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദീർഘദൂര യാത്രയ്ക്കുമാണ് ബസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മകരവിളക്ക് സ്പെഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട KSRTC ജീവനക്കാർക്കായി കേരള ശുചിത്വ മിഷൻ നൽകിയ പ്രകൃതി സൗഹൃദ സഞ്ചികളിൽ 2350 ഫുഡ് കിറ്റുകളും KSRTC തയ്യാറാക്കിയിട്ടുണ്ട്. പത്തനംതിട്ട, ഇടത്താവളം, പമ്പ, എരുമേലി എന്നിവിടങ്ങളിലാണ് ജീവനക്കാർക്കായി ഈ കിറ്റുകൾ വിതരണം ചെയ്യുക. കൂടാതെ വിവിധ KSRTC യൂണിറ്റുകൾ സമാഹരിച്ച് ലഘുഭക്ഷണങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്. പമ്പ, നിലയ്ക്കൽ ചെയിൻ സർവീസ്, പമ്പയിൽ നിന്നുള്ള ദീർഘദൂര സർവീസുകൾ, പാർക്കിംഗ് സർക്കുലർ സർവീസുകൾ എന്നിവ ഉൾപ്പെടെ 204 ബസ്സുകൾ നിലവിൽ പമ്പയിലുണ്ട്. ഇതുകൂടാതെ പത്തനംതിട്ട, ചെങ്ങന്നൂർ, കോട്ടയം, എരുമേലി, കുമളി, കൊട്ടാരക്കര, പുനലൂർ, എറണാകുളം അടക്കം സ്പെഷ്യൽ സെന്ററുകളിൽ നിന്നായി 248 ബസ്സുകളും ഓപ്പറേറ്റ് ചെയ്തു വരുന്നു. ഇതിന് പുറമെയാണ് 548 ബസ്സുകൾ കൂടി പ്രത്യേക സർവീസായി മകരവിളക്ക് ദിവസം എത്തിക്കുന്നത്. മകരജ്യോതി തെളിഞ്ഞാലുടൻ ചെയിൻ സർവീസുകൾ ആരംഭിക്കും. 2 റൗണ്ട് ചെയിൻ പൂർത്തിയാക്കുന്നതിനൊപ്പം മടക്കയാത്രാ ദീർഘദൂര സർവീസുകളും ആരംഭിക്കുന്നതാണ്. ശേഷം തിരക്ക് നിയന്ത്രണ വിധേയമാക്കി എന്ന് ഉറപ്പാക്കി മാത്രമേ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഏതെങ്കിലും ചെറിയ വാഹനങ്ങളുണ്ടെങ്കിൽ പമ്പയിൽ നിന്നും കടത്തിവിടുകയുള്ളൂ. ഇത് ട്രാഫിക് തടസ്സമില്ലാതെ ചെയിൻ ദീർഘദൂര സർവീസുകളുടെ ഇരുവശത്തേക്കുമുള്ള 2 നിരയായുള്ള കൃത്യമായ സർവീസ് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ ഭക്തജനങ്ങളെ സമയബന്ധിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ പര്യാപ്തമാക്കും. ഇത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും പോലീസ്, ദേവസ്വം വകുപ്പുകളുമായി ചേർന്ന് സജ്ജീകരിച്ച് പദ്ധതികൾ കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.